ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമധുരം ചാനൽ. കഴിഞ്ഞ ദിവസം നമ്മൾ പേജ് നമ്പർ 122 കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന മറ്റൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് താമസിക്കണ്ട, വീഡിയോയിലേക്ക് കടന്നാലോ? ഓക്കെ, അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചതിൽ നമ്മുടെ ന്യൂമറേറ്റർ അംശമായിരുന്നു വലുത്. ഈ പ്രാവശ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിനോമിനേറ്റർ ആണ്, അതായത് ഛേദമാണ് വലുത്. നമുക്ക് ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. 64 ഹരിക്കണം 512. 64/512. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് 64 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 2/6 ആണ് വരുന്നത്. 2/5 32 അപ്പം നമുക്ക് എഴുതാം 2 × 2 × 2 × 2 × 2 × 2, അതായത് 2/6 ആണ് വരുന്നത്. പിന്നെ 512 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ 2/9 ആണ് വരുന്നത്. അപ്പം നമുക്കിവിടെ എത്ര രണ്ടുകൾ വരും? 9. 2/9. അപ്പം 64 ഹരിക്കണം 512 എന്ന് പറയുമ്പോൾ 2/6/2/9 ആണ് വരുന്നത്. അപ്പം ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കൃത്യംഗങ്ങൾ എമ്മും എന്നും എടുത്താൽ എം കഴിഞ്ഞതിൽ ക്ലാസ്സിൽ പഠിച്ചത് എം വലുതായിരുന്നു എന്നിനേക്കാളും. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, എൻ വലുതാണ് എമ്മിനേക്കാളും. അപ്പം നമുക്ക് ഈ 2/9 ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാലോ? അതായത് 2/6/2/6 × 2/3 ആണ് 9 വരുന്നത്, അല്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം 6ൽ നിന്ന് 6 പോയാൽ 0 ആണ്, നമ്മൾ പഠിച്ചതാണ്. അപ്പം ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു, ഇല്ലേ? ബാക്കി എന്താണ് ന്യൂമറേറ്റർ വരുന്നത്? 1 ആണ് വരുന്നത്. ഡിനോമിനേറ്ററിൽ വരുന്നത് 2/3. അതായത് ഇതിൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? 1/2 × 2 × 2 എന്ന് പറയുന്നത് 8 ആണ്. 1/8 ആണ് വരുന്നത്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് പോയി നോക്കാം. അതായത് ഈ 2 ഇതിങ്ങനെ ക്യാൻസൽ ചെയ്ത് ഒരേ രണ്ടുകൾ വെട്ടി അങ്ങോട്ട് പോയി. ഇപ്പം ന്യൂമറേറ്ററിൽ എല്ലാത്തിലും ഈ 2 ഒരു പ്രാവശ്യം ഇതിലൊന്ന്, അങ്ങനെ എല്ലാം 1 വരുള്ളൂ, അല്ലേ? 1 കൊണ്ട് ഗുണിച്ചാൽ 1 തന്നെയല്ലേ വരിക? അങ്ങനെ വരുമ്പം അംശം 1 താഴെ എത്രയാ വരിക? ഈ 2 4 2 8. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടെ നോക്കിയാലോ? ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 49/343 ആണ്. 49 എന്ന് പറഞ്ഞാൽ 7 × 7 ആണ് 49. അപ്പം നമുക്ക് 7 സ്ക്വയർ എന്ന് എഴുതാം. ബൈ 343. ഈ 49നെ ഒരു 7 കൊണ്ട് കൂടെ ഗുണിച്ചാൽ മതി. 9 7 63 3, 6 7 4 28, 6 34, 343 ആയി. അപ്പം ഒരു 7 കൂടെ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എന്തായി? 343. അപ്പം 7³ ആണ് വരുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് എഴുതാം 7² 7³ ഒന്ന് മാറ്റി എഴുതാം. 7² × 7/1 ആണ് 7³ 2 1 3. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇതും ക്യാൻസലായി പോവും. ബാക്കി 1 ആണ് ഇവിടെ വരിക. ഇവിടെ എന്ത് വരും? അംശം നമുക്കറിയാം 7² 7² രണ്ടിലും 1 ആണ് വരിക, അല്ലേ? സാധാരണ നമ്മൾ 1 എഴുതുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ന്യൂമറേറ്റർ അംശം 1 വരും. താഴെ എത്രയാ വരിക? 7 ആണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ എത്രയാ വരിക? 1/7 ആണ് വരുന്നത്. ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്തത്? ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ കണക്കിൽ നമ്മൾ പറഞ്ഞു 2/6/2/9 ആണ് വരുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതനുസരിച്ച് 1/2/9 നിന്ന് 6 കുറച്ചാൽ മതി. അപ്പം നമുക്ക് എത്ര കിട്ടുക? 1/2/3. 2/3 എന്ന് പറഞ്ഞാൽ 1/8. അതേപോലെ ഇവിടെയും നമുക്കൊന്ന് നോക്കിയാൽ നമുക്കറിയാം ഇവിടെ ന്യൂമറേറ്റർ അംശം 1 ആണ് വരിക.
7/3 നിന്നാണ് 2 കുറയ്ക്കേണ്ടത്. സമം നമുക്ക് 1/7 വരുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ ബീജഗണിത രൂപം നമുക്കൊന്ന് നോക്കാം. ജനറൽ പ്രിൻസിപ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. അത് ജസ്റ്റ് ഞാനൊന്ന് പറയുകയും കൂടെ ചെയ്യാം. പേജ് നമ്പർ 123 റെഡ് ഇങ്കിൽ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ എഴുതി വെക്കുക. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. നേരത്തെ ചെയ്തതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമാണ്. എക്സ് പൂജ്യമല്ലാത്ത ഏത് സംഖ്യ ആയാലും അതേപോലെ mn കൃത്യങ്ങളാണ്. പക്ഷെ എം ഇവിടെ ചെറുതായിരിക്കും. എം ലെസ് ദാൻ n ആണ്. അങ്ങനെ എങ്കിൽ x⁻m/x⁻n സമം 1/x⁻, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, n-m ആയിരിക്കും. ഇതാണ് നേരത്തെ പഠിച്ചതിൽ m വലുതായിരുന്നു n. അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? x⁻m/x⁻n സമം x⁻m-n ആയിട്ടാണ് പഠിച്ചത്. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ മുകളിൽ അംശം 1 വരിക. അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 123 ഏതാനും ചില കണക്കുകളുണ്ട്. അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇത് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു ചെറിയ തന്ത്രം കൂടെ പ്രയോഗിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് ഒരു ക്രിയയിൽ തന്നെ നമുക്ക് ആൻസറുകൾ കിട്ടും. അതായത് 243 ആദ്യം ഘടകക്രിയ ചെയ്യാം. നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നവർ അത് നേരിട്ട് എടുത്ത് എഴുതിയാൽ മതി. 3 കൊണ്ട് പറ്റും, 81. വീണ്ടും 3 കൊണ്ട് 27, 3 കൊണ്ട് 9, 3 3 9. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ആദ്യം 27 എഴുതാം. 27 3/3 343 വരുന്നത്. ഇവിടെ വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഛേദത്തിലെ കൃത്യംഗമായിരിക്കും വലുത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് 1/, കാരണം ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ 1/3/5 സമം 1/3² സമം എത്രയാണ് വരുന്നത്? 1/3 × 3. നിങ്ങൾ അങ്ങനെ എഴുതാം, ഇവിടെ സ്ഥലമില്ല. 1/9 വരുന്നത്. അടുത്ത് നമുക്കൊന്ന് നോക്കാം. ഇത് നേരത്തെ ചെയ്തതാണ്. 3125 ചെയ്തിട്ടുണ്ട്. 5/5 വരുന്നത്. ഇവിടെ നോക്കാം. ഇത് ഞാൻ ഇനി ചെയ്യുന്നില്ല, നേരത്തെ ചെയ്തതായതുകൊണ്ട്. 5³ 125/5/5 3125. അങ്ങനെ വരുമ്പോൾ 1/5/5 സമം നമുക്ക് 1/5² കിട്ടുന്നത്. 5ൽ നിന്ന് 3 പോയാൽ 2 കിട്ടുന്നത്. അപ്പോൾ 1/5 × 5 1/25 വരുന്നത്. ഓക്കെ ആണല്ലോ? അടുത്തത് 48ഉം 64ഉം. ഇത് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. 64 നമുക്ക് അറിയുന്നതാണ്. ഒന്നും കൂടി ഒന്ന് ചെയ്യാം. 64 2 32 2 16 2 8 2 4 2 2 2 4 6. അപ്പം നമുക്ക് മുകളിൽ താഴെ കിട്ടുന്നത് 2/6. ഇനി 48നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2 കൊണ്ട് 24, 2 കൊണ്ട് 12, 2 കൊണ്ട് 6, 2 കൊണ്ട് 3 അല്ലേ? അപ്പം ഇവിടെ നമുക്ക് കിട്ടുന്നത് 2/1 2 3 4. 2/4 ഗുണിക്കണം 3 കിട്ടുക. 3 എന്ന് പറഞ്ഞാൽ ഒറ്റ 3. ഇനി ഇവിടെ നോക്കാം. 1 × 3/2/6 നിന്ന് 4 കുറയ്ക്കുക. നമുക്ക് എത്രയാ കിട്ടുക? 3/2/6 നിന്ന് 4 പോയാൽ 2² സമം 3/4 കിട്ടുന്നത്. 3/4. അപ്പം ഇവിടെ നോക്കുക. ഇവിടെ ഒരു 3 വന്നു. ഈ 3 വന്നത് കൊണ്ട് ഇതിൻ്റെ 48 വരുമ്പോൾ ഒരു 3 ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് അംശം ന്യൂമറേറ്റർ 1 അല്ല.
ആ 1ഉം 3ഉം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 3ആണ് കിട്ടുന്നത്. അപ്പം ഇവിടെ വെച്ച് ഒരു ചെറിയ ട്വിസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഘടകങ്ങൾ എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതിയിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ വരുമ്പോൾ നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോൾ USSനൊക്കെ ചിലപ്പോൾ 2ഉം 3ഉം ഘടകങ്ങൾ ഇതുപോലെ വരും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം പഠിച്ചാൽ മതി, അംശത്തിലെ കൃത്യങ്കവും ഛേദത്തിലെയും നോക്കുക, ഏതാണ് വലുത്. അതിനനുസരിച്ച് അംശത്തിലെയാണ് വലുതെങ്കിൽ അംശത്തിലെ നമുക്ക് അംശത്തിൽ നിന്ന് കുറച്ചാൽ മതി, ഛേദത്തിലെ ആണെങ്കിൽ ഛേദത്തിലെ കൃത്യങ്കത്തിൽ നിന്ന് വേണം കുറയ്ക്കാൻ. ഓക്കെ ആണല്ലോ. ഒരു ചോദ്യം കൂടെ അതിനകത്തുണ്ട്. 54/81 നാലാമത്തെ ചോദ്യമാണ്. അപ്പോൾ 54നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 54 ഇത് നമുക്കറിയാം, ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 എടുക്കാം. 27 വരുന്നത്. ഇനി നമുക്ക് 2 പോവില്ല, 3 പോവുക. 3 9 27, 3 3 9. അപ്പോൾ നമുക്കിവിടെ എഴുതാം 2 ഗുണിക്കണം 3⁻³ ബൈ അടുത്തത് 81. 81നെ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതാണ്. 3 3 9, 9 3 27, 27 3 81. ഞാനിവിടെ വേറെ ചെയ്യുന്നില്ല. അപ്പം 3⁻⁴ വരുന്നത്. ഇനി നമുക്കിവിടെ ചെയ്യേണ്ടത് 2 ഗുണിക്കണം 3⁻³ ബൈ, ഞാനിതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെഴുതാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. 3⁻⁴ 3⁻1 ഗുണിക്കണം 3⁻³ എന്നങ്ങോട്ട് എഴുതി. നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ട് ക്യാൻസലായി പോകും. അപ്പോൾ താഴെ ബാക്കി എന്താണ് വരുന്നത്? 2/3 വരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. എന്ത് ചെയ്യാം? 2/3 - 2/3 കിട്ടുന്നത്. എങ്ങനെയാണെങ്കിലും നമുക്ക് ആൻസർ കിട്ടും. ഏത് രീതിയിലും ചെയ്യാം. പക്ഷെ നമുക്ക് ഒരു ഉത്തരേ ഉണ്ടാവുള്ളൂ. പല രീതി ചെയ്തിട്ട് പല ഉത്തരങ്ങളിലേക്ക് പോകരുത്, അത് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ചെയ്തത് പേജ് നമ്പർ 123 പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പേജ് നമ്പർ 122 പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രമാണ് ഇത് നിങ്ങൾ കാണേണ്ടത്. രണ്ടും അത് കഴിഞ്ഞിട്ടാണ് ഇത് കാണേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളുടെ മെമ്മറിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. ഇടയ്ക്കിടയ്ക്കൊന്ന് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. എക്സാം വരുമ്പോൾ തൊട്ട് തലേ ദിവസം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കിട്ടില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഉള്ള ശനി ഞായറുകൾ ഒക്കെ അവധി ദിവസങ്ങളൊക്കെ കൂടുതൽ കണക്കിനായിട്ടൊന്ന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യണം. മറ്റുള്ള വിഷയങ്ങൾ തലേ ദിവസം പഠിച്ചാലും കുറച്ചൊക്കെ നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. പിന്നെ വീഡിയോ കണ്ടു പഠിക്കുന്നവർ കറക്റ്റ് അത് കണ്ടുപഠിക്കും. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ അതിൽ ഷെയർ ചെയ്യുമ്പോൾ സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കെത്തും. ഞാൻ വീഡിയോ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊരു ചാനലിനെ പറ്റി മറ്റുള്ള ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടിയാൽ എനിക്കൊരു സന്തോഷമാണ്. ഓക്കെ. ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ലവ് യു ഓൾ. ബൈ.